ബിസിനസ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇമെയിൽ ഇറ്റിക്വേറ്റ് ഓർ നെറ്റിക്വേറ്റ്. ഇമെയിൽ ഇറ്റിക്വേറ്റ് refers to the principles of behavior that one should follow when writing or answering email. ഒരു ഇമെയിൽ മെസ്സേജ് അയക്കുന്ന സമയത്തും നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്തും ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മളെന്ത് പറയുന്നത് ഇമെയിൽ ഇറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ഓർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ്. ഇറ്റ് ഈസ് ദി പ്രൊഫഷണലിസം ഇൻ യൂസിങ് ഇമെയിൽ. ബിസിനസ്സിൽ എന്താ ഒരു പ്രൊഫഷണലിസം ആണെന്ന് പറയുന്നുണ്ട് എന്ത് ഇമെയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ റിസീവർ ഓഫ് ദി മെസ്സേജ്. നമ്മൾ ഈ ഒരു അതിൻ്റെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ആർക്കാണോ നമ്മൾ മെസ്സേജ് അയക്കുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളിതിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഡിഫറെൻറ്റ് ഇറ്റിക്വേറ്റ് ഈസ് ടു ബി ഫോളോഡ് ഇൻ ബിസിനസ് വൈൽ സെൻഡിങ് മെസ്സേജസ് ടു ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവർക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇമെയിൽ ഇറ്റിക്വേറ്റ് മാറിക്കൊണ്ട് ഇപ്പോൾ ഫ്രണ്ട്സിന് അയക്കുന്ന പോലെ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത് റിലേറ്റീവിന് അയക്കുന്നത്, പാർട്ട്നേഴ്സിന് അയക്കുന്നത്, ഒരു ബിസിനസ്സിൽ അയക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് മാറിക്കൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. ഇമെയിൽ ഇറ്റിക്വേറ്റ് ഫോമാറ്റ് എങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു ഇമെയിൽ അയക്കുന്നതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, 2 line. If the message is sent to one person, it is essential to use 2. നമ്മൾ പറയാം ഏത് ഒരു മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ഒരു ലെറ്റർ അയക്കുന്ന സമയത്ത് അതിൽ ഫ്രമും ടു എഴുതാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് മെയിൽ ആണെങ്കിൽ നമ്മൾ ടു ദി മാനേജിങ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും, ആർക്കാണോ അയക്കുന്നത് അതിന് മുമ്പ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. CC ലൈൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് CC ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിൻ അഡ്രസ്സ് കൊടുത്തിട്ട് താഴെ CCയിൽ എന്ത് ചെയ്യും, കാർബൺ കോപ്പിയിൽ എന്ത് ചെയ്യും ഡിഫറെൻറ്റ് അഡ്രസ്സ് കൊടുക്കും. അതിലേക്കൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ദെൻ BCC ലൈന് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ BCC യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ആർക്കൊക്കെ അയച്ചു എന്ന് ഓരോ റെസിപ്പിയൻറ്റിനും നമുക്ക് റെസിപ്പിയൻറ്റും എന്ത് ചെയ്യില്ല മനസ്സിലാവില്ല എന്നതാണ് ഒരു BCCൻ്റെ പ്രത്യേകത. The next one, clear and concise subject line. Subject line must be short, precise, informative and convey the main point of the message. ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ എന്തുണ്ടായിരിക്കും അതിൽ തീർച്ചയായിട്ടും റെഫറൻസും സബ്ജക്റ്റും കൊടുക്കാറുണ്ട്. നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്താണ് ആ മെസ്സേജ് ആ ഒരു ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ടായിട്ട് കൊടുക്കുന്നതാണെന്ന് പറയുന്നത് സബ്ജക്റ്റ്. അപ്പോൾ അതും എന്താണ് പെർട്ടിക്കുലർ കോളം കൊടുത്തിട്ടുണ്ടായിരിക്കും സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ സബ്ജക്റ്റ് കൊടുക്കും. Then salutation, always being business emails with a formal salutation comfortable to the sender. Salutation അഭിസംബോധന ചെയ്യാം. അപ്പോൾ സർ എന്ന് പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത് ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ ഡിയർ എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും സാല്യൂട്ടേഷൻ കൊടുക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കണ്ടൻറ്റ് ഓർ മെസ്സേജ്. കണ്ടൻറ്റ് മസ്റ്റ് ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് വെൽ അറേഞ്ച്ഡ്. ലോങ് ആൻഡ് ബാർലി സ്ട്രക്ചർ സെൻറ്റൻസസ് കൺഫ്യൂസ് ദി റീഡർ. അപ്പോൾ നമ്മൾ മെസ്സേജ് അല്ലെങ്കിൽ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കണം, അതുപോലെ തന്നെ അത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ലോങ് മെസ്സേജ് അല്ലെങ്കിൽ എന്താ ബാർലി സ്ട്രക്ചേർഡ് ആണെങ്കിൽ എന്തുണ്ടായിരിക്കും അത് റീഡർക്ക് കൺഫ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്ത് വരുന്നത് ക്ലോസിങ്. കോംപ്ലിമെൻ്ററി സെൻറ്റൻസസ് സച്ച് ആസ് താങ്ക് യു, ബെസ്റ്റ് വിഷസ്, റിഗാർഡ്സ് എക്സെട്ര ഈസ് ടു ബി യൂസ്ഡ് ടു കൺക്ലൂഡ് ദി മെസ്സേജ്. നമ്മൾ ലെറ്റർ അയച്ചിട്ട് താഴെ എന്തുണ്ടായിരിക്കാം ഈ ഒരു കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേര് എഴുതിയിട്ട് ഒപ്പിടാറാണ് ചെയ്യാറ്, അല്ലെങ്കിൽ റിഗാർഡ്സ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓരോ ക്ലോസിങ് നമ്മൾ ലെറ്റർ കൊടുക്കാറ്. ദെൻ അപ്പൻഡ് സിഗ്നേച്ചർ ആൻഡ് അഡ്രസ് ഇൻ പ്രോപ്പർ ഫോമാറ്റ് വിത്ത് ഓൾ ഔട്ട് ഗോയിങ് മെയിൽസ് ഓഫ് ബിസിനസ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് മെയിനായിട്ട് അപ്പൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ നെയിം ആൻഡ് അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കമ്പനി ആണെങ്കിൽ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. ദെൻ അറ്റാച്ച്മെൻറ്റ്. ഇറ്റ് മസ്റ്റ് ബി ലോ ഇൻ സൈസ്, compress large attachments, convert to common formats such as PDF and must be virus free. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് വളരെ കുറഞ്ഞ രീതിയിലാകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു കുറഞ്ഞ MB മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു
അറ്റാച്ച്മെൻറ്റിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമെയിൽ ഇറ്റിക്കേറ്റ് ഡോസ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ഇമെയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. യൂസ് എ പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ് വൈൽ മേക്കിംഗ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ്സ് തന്നെ യൂസ് ചെയ്യണം. അതായത് നമ്മൾ കമ്പനിക്ക് വേണ്ടി നമ്മളെ പേഴ്സണൽ അഡ്രസ്സിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മെയിൽ അയക്കാൻ പാടില്ല എന്ന് പറയുന്നു. ദെൻ അറ്റൻഷൻ ടു സ്പെല്ലിംഗ്, ഗ്രാമർ ആൻഡ് ക്യാപിറ്റലൈസേഷൻ. എന്താണ് ഈ ഒരു ഗ്രാമറിൻ്റെ കാര്യത്തിലോ അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്തവർക്ക് ക്യാപിറ്റൽ ലെറ്റർ അങ്ങനത്തെ രീതിയൊന്നും പാടില്ല എന്ന്, കംപ്ലീറ്റും ക്യാപിറ്റൽ ലെറ്ററിൽ അയക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ദി ടോൺ ഇൻ റൈറ്റിംഗ് മസ്റ്റ് ബി പോസിറ്റീവ്. നമ്മൾ എഴുതുന്ന അതിൻ്റെ ടോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞു. കംപ്ലൈൻസ് വിത്ത് റൂൾസ് ഓഫ് ദി കൺട്രി വിത്ത് റിഗാർഡ്സ് ടു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൈവസി. ഓരോ രാജ്യത്തിനും എന്തുണ്ടായിരിക്കാം, അതിൻ്റെ ഒരു ഇലക്ട്രോണിക് റൂൾസ് ഉണ്ടായിരിക്കും, അത് ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ IT ആക്ട് ആണ്, അത് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ മെയിൽസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യേണ്ടത്. ന്യൂസ് ലെറ്റേഴ്സ് മസ്റ്റ് ഇൻക്ലൂഡ് എ ലിങ്ക് ടു അൺസബ്സ്ക്രൈബ് ഇൻ ആൻ ഈസി വേ. നമ്മളൊരു ന്യൂസ് ലെറ്റേഴ്സ് ആരെങ്കിലും പേഴ്സണൽ ഐഡിയിലേക്ക് അയക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മെസ്സേജ് നമ്മളെ ഇപ്പം എന്തായിരിക്കും ഇത് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളെ ഇൻബോക്സിലേക്ക് ഒരുപാട് മെസ്സേജ് വരും. ഇപ്പോൾ ആ ഒരു വ്യക്തി ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അതൊരു അൺസബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഈസി വേ ഓപ്ഷൻ കൊടുത്തിരിക്കണമെന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് എൻഷുർ സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് വൈറസസ് ആൻഡ് മാൽവെയർസ്. എന്താണ് നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കണം, അതിൽ വൈറസും കാര്യങ്ങളൊക്കെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. പ്രൊവൈഡ് ഓൾ സപ്പോർട്ടിംഗ് ഇൻഫോർമേഷൻ ആൻഡ് റെലവൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ്. എന്താണ് നമ്മളൊരു മെയിൽ അയക്കുന്ന സമയത്ത് അത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷനും അതിനാവശ്യമായുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റും എന്തിരിക്കണം, അതിൽ കൊടുത്തിരിക്കണം. ചെക്ക് ഇൻബോക്സ് വെൻ യു റീച്ച് ഓഫീസ്, ജസ്റ്റ് ബിഫോർ ലീവ് ഓഫീസ് ആൻഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. എന്താണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഓഫീസിൽ റീച്ച് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഇൻബോക്സ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് പോകുന്ന സമയത്തും. ആഡ് ഡിക്ലെയിമേഴ്സ് ഇൻ ഇമെയിൽസ് ഇഫ് നെസസറി ടു പ്രൊട്ടക്ട് ദി കമ്പനി ഫ്രം ലയബിലിറ്റി. ഇപ്പോൾ നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റും ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, അതിൽ ഡിക്ലെയിമേഴ്സ് വരാറുണ്ട്. എന്താണ് നമ്മൾ ഈ ഇതിൽ എന്തെങ്കിലും ഇത് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ പറയുന്ന കാര്യം അതുപോലെ ഫോളോ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ചെറിയൊരു ക്യാപ്ഷനൊക്കെ അതിൽ സൈഡിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം ഒരു ലെറ്ററിൽ എന്ന് പറയുന്നു. Think twice before clicking reply all. Ensure that everyone on the list needs to receive the mail. എന്താണ് നമ്മൾ എല്ലാവർക്കും കൂടി റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യണം, എല്ലാവർക്കും കൂടി റിപ്ലൈ കൊടുക്കാനെന്ന് പറയുന്നു. Try to reply to email even if the mail was not intended for you. എന്താണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഇമെയിലിന് എന്ത് ചെയ്യണം, നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണമെന്ന് പറയുന്നത്. കാരണം ഒരു അൺനെസറി ആയിട്ട് വന്നതാണെങ്കിൽ പോലും നമ്മളത് കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. റീഡ് മെസ്സേജ് ബിഫോർ സെൻഡിങ് ഇറ്റ്. നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് അണ്ടർസ്റ്റാൻഡ് ഫോൺസ് വിത്ത് ലെജിബിൾ ഫോൺ സൈസ്. ഇപ്പോൾ മിക്കവാറും നമ്മൾ ടൈംസ് ന്യൂ റോമൺ അതുപോലത്തെ ഒരു ലെജിബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമാറ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫോൺസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പ്രൊവൈഡ് ഓൾ സപ്പോർട്ടിംഗ് ഇൻഫോർമേഷൻ ആൻഡ് റിലവൻറ്റ് അറ്റാച്ച്മെൻറ്റ്. അതുപോലെ നേരത്തെ പറഞ്ഞതാണ് എന്താണ് എല്ലാ എന്താ പറയുക സപ്പോർട്ടിംഗ് ഇൻഫോർമേഷനും അതുപോലെ തന്നെ റിലവൻറ്റ് അറ്റാച്ച്മെൻറ്റും തീർച്ചയായിട്ടും എന്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഒരു മെയിലിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമെയിൽ ഇറ്റിക്കേറ്റ് ഡോണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് പറയുന്നത്. അവോയ്ഡ്സ് ജോക്സ്, ഇമോജി, റെഫറൻസസ് ടു പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ എക്സെട്ര ഇൻ കമ്പനി മെയിൽ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ജോക്സ്, ഇമോജി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമ്പനി മെയിലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നു. ദെൻ അവോയ്ഡ്സ് മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ഇൻ വൺ മെയിൽ. എന്താണ് ഒരു മെയിലിൽ എന്തുണ്ടാവില്ല, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. ഡു നോട്ട് കോപ്പി ഓർ റീപ്രൊഡ്യൂസ് എ റിസീവ്ഡ് മെസ്സേജസ് ഓർ അറ്റാച്ച്മെൻറ്റ്സ് വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദി സെൻഡർ. അപ്പോൾ നമ്മളൊരു മെസ്സേജ് കിട്ടിയത് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ നമുക്ക് അയച്ചിട്ടുള്ളത് അവരുടെ പെർമിഷൻ ആവശ്യമാണെന്ന് പറയുന്നു.
ദെൻ ഡു നോട്ട് യൂസ് ഇമെയിൽ ഫോർ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ. നമ്മളെ കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട കോൺഫിഡൻഷ്യലായി യൂസ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാൻ ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, ഒരു ഇമെയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നെവർ റെസ്പോണ്ട് ഇഫ് യു ആർ അപ്സെറ്റ്. ഇഫ് യു ഫീൽ അൺകംഫർട്ടബിൾ പുട്ട് യുവർ മെസ്സേജ് ഇൻ ടു ദി ഡ്രാഫ്റ്റ് ആൻഡ് സെൻഡ് ഓൺലി ആഫ്റ്റർ റിവ്യൂ ലേറ്റർ. ഇപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, നമ്മൾ അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് അൺകംഫർട്ടബിൾ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു മെസ്സേജ് റിസീവ് ചെയ്യാൻ, അതായത് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാനോ പാടില്ല എന്ന് പറയുന്നു. അടുത്ത വരുന്നത് നെവർ സെൻഡ് ഇമെയിൽ വിത്ത് ഓൾ ടെക്സ്റ്റ് ക്യാപിറ്റൽ. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിക്കൊണ്ട് ഒരിക്കലും മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഡു നോട്ട് യൂസ് അബ്രിവേഷൻസ് ഇൻ ഫോർമൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഒരിക്കലും അബ്രിവേഷൻ കാര്യങ്ങളൊന്നും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ലെറ്ററിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ്. Technical documents refers to any document that explains the use, functionality, creation or architecture of a product or processes in business. ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഒരു മിഷനറി ഉണ്ട്, ആ മിഷനറി റൺ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾക്ക് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അതിനെക്കുറിച്ച് നമ്മൾക്ക് ഇൻഫോർമേഷൻ തരുന്ന അങ്ങനെയൊക്കെ വരുന്ന ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ എന്താ പറയുന്നത്, ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു മിഷനറി എങ്ങനെ റൺ ചെയ്യിക്കണം, ആ മിഷനറിയെ എന്തൊക്കെയാണ് അതിന് ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. Technical documents includes a wide range of documents used to inform or persuade a large audience with a specific need. എന്താണ് നമ്മളൊരു ലാർജ് ഓഡിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഷനറിയെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ ഇൻഫോം കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ പെർസ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് പറയുന്നത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. Next, technical documents provides information about the underlying architecture of the product, how to install it, how to operate it. ഇപ്പോൾ പറഞ്ഞതാണ് ഒരു പ്രൊഡക്റ്റ് അതിനെക്കുറിച്ചും അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. It includes end user documents, operations and installation manuals, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ട്രെയിനിങ് മെറ്റീരിയൽസ്, ടെക്നിക്കൽ റിപ്പോർട്ട്സ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുന്നത് യൂസർ മാനുവൽ ഓഫ് ദി പ്രൊഡക്റ്റ്, ഇൻസ്റ്റാളേഷൻ ഗൈഡ് ഓഫ് ദി ഇപ്പോൾ ഒരു ടി വി വാങ്ങിക്കുകയാണെങ്കിൽ ആ ടി വിൻ്റെ ഇപ്പോൾ എന്തുണ്ടായിരിക്കും, അതിൻ്റെ മാനുവൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനൊപ്പം ഒരു മാനുവൽ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് ടൈപ്സ് ഓഫ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ഇൻ ബിസിനസ്. ഫസ്റ്റ് വൺ യൂസർ മാനുവൽ അല്ലെങ്കിൽ യൂസർ ഗൈഡ് എന്ന് പറയാം. എ യൂസർ മാനുവൽ ഈസ് എ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെൻറ്റ് ഇൻറ്റൻഡഡ് ടു ഗിവ് അസിസ്റ്റൻസ് ടു പീപ്പിൾ ഓൺ ഹൗ ടു യൂസ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് യൂസർ മാനുവൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ തരുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂസർ മാനുവൽ എന്ന് പറയുന്നത്. അടുത്താണ് ഇൻസ്റ്റാളേഷൻ ഗൈഡ്. ആൻ ഇൻസ്റ്റാളേഷൻ ഗൈഡ് ഈസ് എ ടൈപ്പ് ഓഫ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റെപ്പ് റിക്വയർഡ് ടു ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എലമെൻറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ദാറ്റ് റിക്വയർഡ് ടു ബി അസംബിൾഡ്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചോ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇൻസ്റ്റാളേഷൻ ഗൈഡ് എന്ന് പറയുന്നത്. അടുത്ത API ഡോക്യുമെൻറ്റ്. ആൻ API application programming interface is a software intermediary that allows two applications to communicate each other. എന്താണ് അപ്പോൾ ഇത് ഇൻ്റർമീഡിയറ്റ് സോഫ്റ്റ്വെയർ ആണ് പറയുന്നത്, രണ്ട് അപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. API document provide all information and instructions required to work with API. ഇപ്പോൾ എന്താ നമ്മൾ പറയാറുണ്ട്, രണ്ട് സോഫ്റ്റ്വെയർസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ സപ്പോസ് പറയാം ഫേസ്ബുക്കും യൂട്യൂബും. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബിൽ ലിങ്ക് ഉണ്ടായിരിക്കും, നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബ് റൺ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു രീതി. ഇപ്പോൾ ചില സൈറ്റിൽ കയറുന്ന സമയത്ത് ബെറ്റർ ടു യൂസ് ഗൂഗിൾ ക്രോം എന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർ തമ്മിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്ത് പറയുന്നത് API ഡോക്യുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ തരുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് API ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്.
അടുത്തത് വരുന്നത് റിലീസ് നോട്ട്സ്. ദീസ് ആർ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ദാറ്റ് കണ്ടെയ്ൻ ബഗ് ഫിക്സസ് ആൻഡ് ആഡഡ് ഫീച്ചേഴ്സ്. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന അതിൻ്റെ മാനുവലാണ് എന്ന് പറയാം, കിട്ടുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലീസ് നോട്ട്സ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്, MRD. ഇറ്റ് ഈസ് എ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് ദാറ്റ് എക്സ്പ്രസസ് ദി കസ്റ്റമേഴ്സ് wants and needs for the product or service. It is usually explain who the target audience is, what product are in competition with this one, why customers are likely to want this product. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MRD എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ആരൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള വ്യക്തികൾ, പിന്നെ കൂടാതെ എന്ത് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, പിന്നെ ആരൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, MRD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വരുന്നത് സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻറ്റ്. ഇറ്റ് ഈസ് ദി ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ദി സിസ്റ്റം വിൽ ഡു ആൻഡ് വാട്ട് ആർ ദി സർവീസ് ഓഫേർഡ്. ഇപ്പോൾ എന്താണ് നമ്മൾ സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ, നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളാണ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത് സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതർ റിപ്പോർട്ട്സ് വരുന്നത് ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് ദി കമ്പനീസ്, ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട്സ്, പ്രൊജക്ട് റിപ്പോർട്ട്സ്, ടെക്നിക്കൽ ഗൈഡ് ആൻഡ് ഹാൻഡ് ബുക്സ്, വാറണ്ടി കാർഡ്സ്, റിസർച്ച് റിപ്പോർട്ട്സ്, ബിസിനസ് പ്ലാൻസ്, ന്യൂസ് ലെറ്റേഴ്സ്, ബ്രൗഷേഴ്സ് ആൻഡ് കാറ്റലോഗ്സ്, വെബ് പേജസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് വരും, നമ്മളൊരു അതർ റിപ്പോർട്ട്സിൽ വരുന്നുണ്ട്. അടുത്ത് വരുന്നത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഓർ ടെക്നിക്കൽ റൈറ്റിംഗ്. ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെൻ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നോക്കാം. ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റൈറ്റിംഗ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ഇൻ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് റൈറ്റിംഗ്, പ്രിപ്പയറിംഗ് ആൻഡ് പ്രോസസ്സിങ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ്. ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് എന്താണ്, നമ്മൾ പ്രോസസ്സ് എഴുതി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ എന്താ പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The process includes the determination of document standards and the preparation of documents as per the prescribed standard. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡോക്യുമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദി സെക്കൻഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. പറയുന്നത് നമ്മൾ ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, കൂടാതെ എന്താണ് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതാണ് മെയിനായിട്ട് എന്താണ് ഈ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്. ദി പർപ്പസ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് ഈസ് ടു പ്രൊവൈഡ് മെറ്റീരിയൽ ദാറ്റ് എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓർ മേക്ക് എ കോംപ്ലക്സ് കൺസെപ്റ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ഫോർ എ പെർട്ടിക്കുലർ ഓഡിയൻസ്. ഇപ്പം എന്താ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊരു ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യും, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് എന്ത് പറയുന്നത് ടെക്നിക്കൽ ഡോക്യുമെൻ്റ്. അപ്പോൾ അതുപോലെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത് അത് മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആരാണോ അത് യൂസ് ചെയ്യുന്നത് ആ വ്യക്തിയെ എന്താണ് ആ കോംപ്ലക്സ് ആയ ടാസ്കിൽ നിന്ന് അത് ഈസിയറാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ടെക്നിക്കൽ റൈറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. Technical writing standards are the principles, rules, guidelines and norms to be followed while writing technical documents. ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. They provide guidelines to what content to be include, the writing style and the layout of the document. പ്രധാനപ്പെട്ട് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, അതിൻ്റെ ലേഔട്ട് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡിൽ വരുന്നതെന്ന് പറഞ്ഞു. The next, these standards depends upon the industry, nature of the product, user requirements etc. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എങ്ങനെ എന്ത് റിലേറ്റ് ചെയ്താണ്, നമ്മൾ ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ നാച്ചുറിനനുസരിച്ചായിരിക്കാം,
അല്ലെങ്കിൽ ആരാണോ യൂസർ, ആ യൂസർ റിക്വയർമെൻറ്റ്സിനനുസരിച്ചൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡ്സ് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതെന്ന് പറയുന്നു. അടുത്ത യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ്. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ക്വാളിറ്റി കണ്ടൻറ്റ്. കണ്ടൻറ്റ് ഓഫ് ദി ഡോക്യുമെൻ്റ് മസ്റ്റ് ബി കംപ്ലീറ്റ് ആൻഡ് കോംപ്രഹെൻസീവ്. അപ്പോൾ നമ്മളിൽ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ആയിരിക്കണം ആ ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അടുത്തത് കൊഹറൻറ്റ്. ദർ മസ്റ്റ് ബി ലോജിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ പാർട്സ് ഓഫ് ദി കണ്ടൻറ്റ്. ഇപ്പോൾ ഒരുപാട് കണ്ടൻറ്റ്സ് ഉണ്ടായിരിക്കാം, ഈ ഒരു കണ്ടൻറ്റുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. ദി ഡോക്യുമെൻറ്റ് ഷുഡ് ക്ലിയർലി കൺവേസ് ദി ഇൻറ്റൻറ്റഡ് മെസ്സേജ് വിത്തൗട്ട് ആംബിഗ്വിറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ വളരെ ക്ലിയർ ആയിട്ടുമായിരിക്കണം, പ്രിസൈസ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത് നമ്മളത് കൺവേ ചെയ്യേണ്ടത്. ഒരിക്കലും അതിലൊരു ആംബിഗ്വിറ്റിയും കാര്യങ്ങളൊക്കെ അത് റീഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് ആക്യുറസി. ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ് കറക്റ്റ് ആൻഡ് എറർ ഫ്രീ ഇൻഫോർമേഷൻ. വളരെ ആക്യുറേറ്റ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അണ്ടർസ്റ്റാൻഡ് പേർപ്പസ്. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പേർപ്പസ് ഓഫ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ പേർപ്പസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ദി യൂസർ. ഇറ്റ് ഷുഡ് ബി ഡ്രാഫ്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി എൻഡ് യൂസർ. ആരാണോ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡ് യൂസർ, അല്ലെങ്കിൽ ആരാണോ ഇപ്പോൾ നമ്മൾ ആർക്കാണോ ഈ ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് കൊടുക്കുന്നത് ആ ഒരു വ്യക്തിയുടെ താല്പര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ആക്സസിബിലിറ്റി. ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ആൻഡ് ആക്സസിബിൾ. ഡോക്യുമെൻറ്റ് ഷോൾ ഇൻക്ലൂഡ് പ്രോപ്പർ ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ് ആൻഡ് നാവിഗേഷൻ ടൂൾസ്. അപ്പോൾ ഒരു വലിയൊരു മെസ്സേജും കാര്യം അല്ലെങ്കിൽ വലിയൊരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിൽ അത് ഒരുപാട് കണ്ടൻറ്റ്സ് ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കസ്റ്റമർക്ക് ചിലപ്പോൾ ഒരു പാർട്സ് മതിയായിരിക്കും, ആ പാർട്സ് അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിനുള്ള അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതിന് വേറെ നാവിഗേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കുമെന്ന് പറയുന്നു. ദെൻ സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് പ്രോപ്പർ കെയർ ഓൺ ഗ്രാമർ. It should be prepared in simple language and proper care should be given to spelling and grammar. ഇപ്പോൾ നമ്മൾ വലിയൊരു ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് സ്റ്റോറി വായിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാകാൻ പാടില്ല. വളരെ സിമ്പിൾ ലാംഗ്വേജ്, നമ്മൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. വലിയ വേർഡ്സ്, കടുകട്ടി വേർഡ്സൊക്കെ യൂസ് ചെയ്താൽ അത് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് അവോയ്ഡ് ജാർഗൺസ്. അവോയ്ഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് വേർഡ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ഫോർ അതർ ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ പല ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ വേർഡ്സും കാര്യങ്ങളും ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ഇപ്പോൾ ഡെബിറ്റ്, ക്രെഡിറ്റ് അങ്ങനത്തെ ടെക്നിക്കൽ വേർഡ്സ് ചിലപ്പോൾ ഒരു കോമൺ മാനിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. The next one, table of content and index. Good table of content and indexing helps the user to find the required matter from the document easily. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റ് കൊടുക്കുന്ന സമയത്തിൽ അതിൻ്റെ കണ്ടൻറ്റ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് അത് വളരെ എളുപ്പമായിരിക്കും. ദെൻ കൺസൈസ്. ഇറ്റ് ഷോൾ ബി കണ്ടെയ്ൻ ഓൺലി റെലവൻറ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൽ കൊടുക്കാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് കൺസിസ്റ്റൻറ്റ്. മെയിൻറ്റെയിൻ വൺ സ്റ്റൈൽ ആൻഡ് ഫോർമാറ്റ് ത്രൂ ഔട്ട് ദി ഡോക്യുമെൻറ്റ്. നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരേ സ്റ്റൈലും ഒരേ ഫോർമാറ്റും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പേജിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡിസൈൻ മാറരുത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളോളം നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ പറയാൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.